ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പാൻകേക്കിന്റെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടിട്ട് വന്നാലോ. നമ്മൾ പാൻകേക്ക് ഉണ്ടാക്കുന്നതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ തന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാതെ ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. 1/2 കപ്പല്ല കേട്ടോ, 1/4 കപ്പാണ്. 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പാലാണ്. എന്നിട്ട് ഇത് നമുക്ക് ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഓട്സിനകത്താണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മൾ 1 കപ്പ് ഓട്സ് നേരത്തെ ഇച്ചിരി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ ഉണ്ടോ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു തടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. തന്നെ നമ്മളിത് പരത്തേണ്ട കാര്യമൊന്നുമില്ല, തന്നെ അതങ്ങ് ആയിക്കോളും. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ചെറിയൊരു ഹോള് വരുന്നുണ്ടോ, കാണാമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇങ്ങനെ ഒരു ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാതെ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാതെ എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് റെഡിയായി, നമുക്ക് മാറ്റാം കേട്ടോ. പാൻകേക്ക് റെഡി ആയി കേട്ടോ. ഏകദേശം നമ്മളൊരു 8 പാൻകേക്കോളം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് ഡെക്കറേറ്റ് ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയല്ലേ. പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേൻ തന്നെയാണ്, നല്ല ഫ്രഷ് തേനാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഒരാൾക്കായിരുന്നു പാൻകേക്ക് വേണമെന്ന് പറഞ്ഞ് അമ്മ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചത്. അപ്പം പാൻകേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. തോമാച്ചനപ്പം ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടോ നല്ലതാണോ അല്ലയോ എന്ന്. അവരൊക്കെ പിന്നെ ഇതിൻ്റെ മേളിൽ ബെറീസ് ഒക്കെ ഇടുന്നുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും ഇട്ടിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ. അമ്മ എടുത്തു തരണോ? വെയിറ്റ് കിച്ചൊന്ന് ഹെൽപ്പ് ചെയ്താടാ ഇവന്. 1 മിനിറ്റ്. അങ്ങനെയല്ലടാ കുഞ്ഞ്. ഏറ്റവും ഭേദം അതങ്ങ് ഒരു കൈ കൊണ്ട് അങ്ങ് പിടിച്ച് തിന്നു നോക്കുന്ന. നല്ലതാണോ തോമാച്ച? അപ്പൊ ഞാനും ട്രൈ ചെയ്യാൻ പോണ ഗൈസ്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാ. ഇനി ഉണ്ടാക്കിയാലോ ടേസ്റ്റ് ചെയ്തിട്ട്. നല്ല ഫ്ലഫി കേട്ടോ, നല്ല രസമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.